ഐസ് വെഹിക്കിളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അതായത് ഇതിൻ്റെ മാനുഫാക്ചർക്ക് കിയയ്ക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 19,56,000 രൂപയാണ്. അതേസമയം EVയുടെ വില 26,34,000 രൂപ. പക്ഷേ ഇത് ഞാൻ വാങ്ങിയപ്പോൾ 37 ലക്ഷം രൂപ. ഇതിന് ഓൺ റോഡ് പ്രൈസ് 30 ലക്ഷം രൂപ. എങ്ങനെ ഈ വലിയ ഡിഫറൻസ് ഒന്നും അറിയാമോ? രണ്ട് വണ്ടികളുടെ ഇൻവോയ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഈ ഇൻവോയ്സിൽ 29,14,000 രൂപ ഷോറൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48% ടാക്സും പിന്നെ അത് കൂടാണ്ട് ഒരു KFC എന്ന് പറഞ്ഞൊരു ടാക്സ്, കേരള ഫ്ലഡ് സെസ് അങ്ങനെ കൂട്ടി 49% ആണ്. ടാക്സ് വരുന്ന 9,38,000 പ്ലസ് 19,560. ഇത്രയും എമൗണ്ട് കൂട്ടിയിട്ടാണ് ഈ എക്സ്ഷോറൂം പ്രൈസ് ആയിട്ടുള്ള 29,14,000 രൂപ വരുന്നത്. അത് കൂടാണ്ട് നമ്മൾ റോഡ് ടാക്സ് ആയിട്ട് 6,18,000 അടയ്ക്കുന്നുണ്ട്. അതായത് എക്സ്ട്രാ പെയ്ഡ് ടാക്സ് വന്ന് 15,75,000 രൂപ. അപ്പോൾ മഹേന്ദ്രയുടെ ഇലക്ട്രിക് വണ്ടി നോക്കുമ്പോൾ ഇതിന് ആകെ 5% ടാക്സ് ഉള്ളൂ. 26,30,000 വണ്ടിയുടെ വില ശരിക്കും. GST എമൗണ്ട് 5%. അത് ഉൾപ്പെടെയാണ് ഈ എക്സ്ഷോറൂം പ്രൈസ് വന്നേക്കണത്. പിന്നെ റോഡ് ടാക്സ് 1,38,000 രൂപ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ പേ ചെയ്തേക്കുന്ന ടാക്സ് എന്ന് പറഞ്ഞാൽ 2,69,000 രൂപ. അതായത് 20 lakhsന് മേളിൽ എക്സ്ഷോറൂം പ്രൈസുള്ള ഒരു ഡീസൽ പെട്രോൾ വാഹനം വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ആ ടാക്സ് പെർസെൻറ്റേജ് വളരെ ഹ്യൂജ് ആണ് കമ്പയർ ടു ഇലക്ട്രിക് വെഹിക്കിൾ. അഡ്വാൻസ് ആയിട്ട് നമ്മൾ 15 ലക്ഷം രൂപ അടുത്ത് ടാക്സ് എക്സ്ട്രാ കൊടുത്തിട്ട് അതിന് റീസെയിൽ വാല്യൂ ഉണ്ട് ഡീസൽ പെട്രോൾ വാഹനത്തിന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായിരിക്കുന്ന ടാക്സ് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GSTയിൽ ഐസ് വെഹിക്കിളിന് ഒരു 8% കുറച്ചിട്ടുണ്ട്. അതുപോലെ EVയിൽ 5% കൂട്ടിയിട്ടുണ്ട് റോഡ് ടാക്സിൽ. അപ്പോൾ ഐസ് വെഹിക്കിളിൻ്റെ ടോട്ടൽ ടാക്സ് വന്നിട്ട് 70.8%, EVയുടെ വന്നിട്ട് 15.5%. ഇവ തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് 55% ആണ്. അതായത് ഒരു ഐസ് വെഹിക്കിൾ മേടിക്കുമ്പോൾ 55% എക്സ്ട്രാ ടാക്സ് കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. ഇനി 20,000 കിലോമീറ്റർ ഓടിയപ്പോൾ ഈ വണ്ടികൾക്കൊന്നും എക്സ്പെൻസ് എത്രയാണെന്നറിയാമോ? ഡീസൽ കോസ്റ്റ് മാത്രം വന്നേക്കുന്നത് 2 ലക്ഷം രൂപ. സർവീസ് കോസ്റ്റ് ഇതിന് വന്നേക്കുന്നത് 25,000 രൂപ. EVക്ക് വന്നേക്കുന്നത് ഞാൻ പുറത്തും ചാർജ് ചെയ്യാറുണ്ട് DC. അങ്ങനെ വരുമ്പോൾ ഏകദേശം 50,000 രൂപ. സർവീസ് കോസ്റ്റ് വന്നിട്ട് 6,000 രൂപ. അപ്പോൾ ഇനി നിങ്ങൾ തീരുമാനിക്കുക ഐസ് വെഹിക്കിളാണോ EV ആണോ ലാഭമെന്ന്.